നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഡാനിഷാണ്. 2018 എബ്രോഡ് MBBS കോഴ്സിന് വേണ്ടി പോയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അറിയാമെന്നതാണ് ഈ എപ്പിസോഡിൽ നമ്മുടെ ലക്ഷ്യം. ഡാനിഷിന് സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പോഷർ? നിങ്ങളുടെ ഇപ്പോൾ ഒരു MBBS പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ, ആ പ്രതീക്ഷയും നിങ്ങളുടെ അനുഭവം തമ്മിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ? ഇപ്പോൾ നമ്മൾ MBBS പഠിക്കാൻ പോകുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മുന്നിലേക്ക് വരിക ഒന്നാ കോളേജ്. അത് നല്ലൊരു കോളേജ് ആയിരിക്കണം. പിന്നെ അത് ആ കോളേജ് അഫിലിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി, അതും നല്ലൊരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം. പിന്നെ നമ്മുടെ ലിവിങ് സ്റ്റഡിക്കുള്ള അവിടുത്തെ ഒരു സിറ്റുവേഷൻസ് അതൊക്കെ ഇല്ലേ, ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ നമുക്ക് ഏറ്റവും ആപ്റ്റായി കിട്ടിയ യൂണിവേഴ്സിറ്റിയാണ് ജിനിൻ യൂണിവേഴ്സിറ്റി. അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജിനിൻ യൂണിവേഴ്സിറ്റിയിലെ നോർമൻ ബെത്യൂൺ മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ്. ഇത് ഫുള്ളി ഇംഗ്ലീഷ് മീഡിയമാണ്. നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഫുള്ളി എല്ലാ കാര്യങ്ങളിലും അവരുടെ സപ്പോർട്ടും ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് അതിന് സ്പെഷ്യലായിട്ട് 2 സെക്രട്ടറി ഉണ്ട്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം. അതിന്റെ പുറമെ ലാബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേക ഹോസ്പിറ്റൽ കഴിഞ്ഞ വേറെ സ്ഥലങ്ങളിലൊക്കെ ലാബ് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോസ്റ്റലാണെങ്കിലും എല്ലാതും നമുക്ക് നല്ല ആപ്റ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങളുടെ ഇപ്പോൾ ജിനിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു കേൾക്കുന്നത് തണുപ്പാണ്. അപ്പോൾ പല ആൾക്കാരും അവിടെ നമുക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ജിനിലെ തണുപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പാണ്. ഒരു -30 എക്സ്ട്രീം ആയിട്ട് വരുന്ന സ്ഥലമാണ് ജിനിൻ. പക്ഷെ നമുക്ക് അവിടെ ഇപ്പൊ പോയ ടൈമിൽ നമുക്ക് അവിടെ നമ്മൾ പോരുന്നത് വരെ മാക്സിമം വന്നത് ഒരു -15 അത്രയൊക്കെ തണുപ്പ് വരുന്നുണ്ട്. അപ്പൊ തണുപ്പ് അവിടെ ഉള്ള സ്ഥലമാണ്. പക്ഷെ ആ തണുപ്പ് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നോക്കേണ്ട ഫാക്ടർ. തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, 1 കോളേജ്, 2 ഡോം. ഇവിടെ ഈ സ്ഥലങ്ങളിലും നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറാണ്, ഹീറ്റർ വെച്ച് എല്ലാം ഇതാണ്. പിന്നെ നമുക്ക് ഡോമിന്ന് ഈ യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന ഒരു ദൂരം, പിന്നെ നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാളിലൊക്കെ പോകേണ്ട ആ ദൂരം, അത് വളരെ കുറച്ചുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ തണുപ്പ് നമ്മളെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ അത്ര ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അത് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് നമ്മളെ മഫ്ലറൊക്കെ വെച്ച് മുഖമൊക്കെ മറിച്ച് ഒക്കെ ചെയ്ത് ഗ്ലൗസ് എല്ലാം ഇട്ട് പോകുമ്പോൾ ആ തണുപ്പ് നമ്മളവിടെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ അവിടെ വരുന്നില്ല. തണുപ്പുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ ഇത് നോക്കണം, അതായത് തണുപ്പ് ഒട്ടും സഹിക്കാൻ കഴിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവര് ഇത് തണുപ്പ് അവിടെ കുറച്ചുള്ള പ്രദേശമാണ്. പക്ഷെ നമുക്ക് ഡോമിൽ നമ്മളെ അവിടെ താമസിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊന്നും തണുപ്പൊരു നെഗറ്റീവായിട്ട് അവിടെ വരുന്നില്ല. അതാണ് ഈ തണുപ്പ് ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു നെഗറ്റീവായിട്ട് തണുപ്പ് നമുക്ക് തോന്നാറില്ല. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അച്ചടക്കം, ഇതൊക്കെ എങ്ങനെയാണ്? യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ എടുത്തു കാണിക്കുന്ന അച്ചടക്കം. നമുക്ക് ഒരു തരത്തിലുള്ള റാഗിങ് ഇപ്പൊ വേറെ പല യൂണിവേഴ്സിറ്റിയിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഈ റാഗിങ്ങിന്റെ ഇഷ്യൂ ചില യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും നമുക്ക് ഇവിടെ ഒരിക്കലും ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ സീനിയേഴ്സ് ഒക്കെ നമ്മളെ ശ്രദ്ധിക്കുന്ന എങ്ങനെയാ വെച്ചാൽ, ഒരു പുതിയതായിട്ട് നമ്മളൊരു അവരവിടെ ചെന്നല്ല, നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മൾ വന്നത് മുതൽ ഇപ്പൊ ഞങ്ങൾ ഈ വെക്കേഷനിൽ വരുന്നവരെ ഞങ്ങൾക്ക് ഫസ്റ്റ് തിരിച്ചുള്ള ഞങ്ങളെ യാത്രയൊക്കെ ഫസ്റ്റ് അല്ലേ, എല്ലാത്തിലും അവരെ ഞങ്ങളെ കൂടെ നിന്നിട്ട് എല്ലാത്തിലും ഞങ്ങളെ ഗൈഡ് ചെയ്ത് ശരിക്കും ഒരു ഫാമിലി പോലെ ഞങ്ങൾ അവരെ സീനിയേഴ്സ്. അത് നമുക്ക് 2nd ഇയറിലുണ്ട്, 3rd ഇയറിലുണ്ട്, 4th 5th എല്ലാത്തിലും. യൂണിവേഴ്സിറ്റി ഡിസിപ്ലിൻ, പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റി എക്സാം ഭയങ്കര നമുക്ക് ക്ലാസ് മസ്റ്റാണ്. അറ്റൻഡൻസ് 60% മിനിമം ആണ്. അതിൽ 80% ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 60% അറ്റൻഡൻസ് അവിടെ മസ്റ്റാണ്. അതുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻസ് വിസ പുതുക്കി തരുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വേണം പുതുക്കാൻ ഈ അറ്റൻഡൻസ്. അതുകൊണ്ട് തന്നെ പോലീസ് ചെക്കിങ് വരും. യൂണിവേഴ്സിറ്റിക്ക് അകത്ത് പോലീസ് ചെക്കിങ് വരാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വരുന്നതിന്റെ ഒരു മാസം മുമ്പ് ഞങ്ങൾക്ക് ഒരു കാർഡ് തന്നവര് എപ്പോഴും കയ്യിൽ വെക്കണം. സ്റ്റുഡന്റ് ഐഡന്റിറ്റി കാർഡിന്റെ പുറമെ വേറെ 2018 MBBS എഴുതിയിട്ട് സ്റ്റുഡന്റ് രജിസ്റ്റർ നമ്പർ വെച്ചൊരു കാർഡ് തന്നു. ഏത് ടൈമിലും പോലീസ് ചെക്കിങ് വരും. അതുകൊണ്ട് ഈ കാർഡ് എപ്പോഴും വേണം, മസ്റ്റ് ആയിട്ട് ക്ലാസ്സിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ പഞ്ചിങ് ഉണ്ട്, ഫിംഗർ പഞ്ചിങ് ഉണ്ട്, അതൊക്കെ അവരുടെ ഡാറ്റ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ കേസ് നോക്കുകയാണെങ്കിൽ അറ്റൻഡൻസിന്റെ അങ്ങനെ ഡിസിപ്ലിൻ. പിന്നെ നമ്മൾ അക്കാദമിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിൽ അവർ PPT തരും. ഓരോ ക്ലാസ് കഴിഞ്ഞാലും ഒന്ന് തന്നെ PPT തരും. പിന്നെ ഇടയ്ക്ക് ക്ലാസ് ടെസ്റ്റ്, പിന്നെ നമ്മുടെ വർക്ക് തരലുണ്ട്. നമുക്ക് IC ഇൻട്രൊഡക്ഷൻ ടു ചൈനീസ് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്.
അപ്പോൾ അതിനൊക്കെ ഇപ്പൊ നമുക്ക് പ്രൊജക്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ കമ്പ്യൂട്ടറിൽ വെച്ച് പ്രൊജക്ട് ചെയ്ത് പ്രിന്റ് എടുത്ത് സബ്മിറ്റ് ചെയ്ത്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലും അവര് അത് നോക്കുന്നുണ്ട്, CE വൈസ് നോക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതാണെങ്കിൽ മറ്റേ നമ്മളെ ഓരോ ഇത് എക്സ്ട്രാ കരിക്കുലർ ആണെങ്കിൽ ഇപ്പൊ യൂണിവേഴ്സിറ്റിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്താ ന്യൂ ഇയർ പാർട്ടി ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ വളരെ നമ്മളെ സ്റ്റുഡൻസ് ആണ്, നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഇന്ത്യൻസ് എസ്പെഷ്യലി മല്ലൂസ് എല്ലാവരും നല്ല ഇതിലായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ എടുത്ത തീരുമാനം എങ്ങനെ കാണുന്നു? അത് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കും ഇന്ത്യയിൽ MBBS പഠിക്കുക, നമ്മുടെ സ്വന്തം നാട്ടിലൊരു MBBS. കോഴ്സ് നമ്മളത് ട്രൈ ചെയ്തു, നമുക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ അടുത്ത ഓപ്ഷൻ നമുക്ക് അടുത്ത് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ചൈനയിലെ ജിലിൻ യൂണിവേഴ്സിറ്റി ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അത് പറയാനുള്ള കാരണം നമുക്ക് വേൾഡ് വൈസ് നോക്കുമ്പോൾ ഏഷ്യയിൽ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ജിലിൻ യൂണിവേഴ്സിറ്റി. ചൈനയിലെ ടോപ്പ് 5 ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ജിലിൻ യൂണിവേഴ്സിറ്റി. അതല്ലാണ്ട് ഒരുപാട് ഫോറിൻ ലെക്ചേഴ്സ്, ഇപ്പോൾ ജർമ്മനി ഒക്കെ പോലെ രാജ്യങ്ങളിൽ നമുക്ക് ഒരുപാട് ലെക്ചേഴ്സ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഡിസിപ്ലിൻ വൈസ് ആണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളാണെങ്കിലും ജിലിൻ യൂണിവേഴ്സിറ്റി എപ്പോഴും ഒരു നല്ല യൂണിവേഴ്സിറ്റിയാണ്. അത് മാത്രമല്ല ചൈനീസ് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ജൂറിസ്ഡിക്ഷനിലാണ് ജിലിൻ യൂണിവേഴ്സിറ്റി വരുന്നത്. അവിടെ ഒരു മലയാളി കമ്മ്യൂണിറ്റി ഒക്കെ എങ്ങനെയാണ്? മലയാളി നമ്മുടെ ഇപ്പൊ അവിടെ നമുക്ക് ഞങ്ങള് 5th years വരെ എല്ലാ ബാച്ചിലും മലയാളീസ് ഉണ്ട്. അതിന്റെ പുറമെ വേറെ ചില മലയാളീസ് അവിടെ താമസമുണ്ട്. ഇപ്പൊ നമുക്ക് മെഡിക്കൽ കൗൺസിലിന്റെ ക്ലാസ് അവിടെ MCA ക്ലാസ് അവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് വേറെ പ്രൊഫസേഴ്സ് വന്ന് ക്ലാസ് എടുക്കണം, നമുക്ക് അതിൽ ജോയിൻ ചെയ്യാം. അത് ഏത് വർഷം മുതലാണ്? അത് നമുക്ക് ഏത് വർഷം മുതലും ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെമ്മിൽ നമുക്കത് ഇല്ല, അതായത് നമുക്ക് മറ്റേ ഇതൊന്നും വരുന്നില്ല, മെഡിക്കൽ സബ്ജക്ട് വരുന്നില്ല. ജസ്റ്റ് ബേസിക് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ചൈനീസ് ബേസ്, ഇൻട്രൊഡക്ഷൻ ടു ചൈനീസ്, അങ്ങനത്തെ സബ്ജക്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് MCAന്റെ ക്ലാസ് ഇപ്പം അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ചെന്നാൽ നമുക്ക് സെക്കൻഡ് സെം മുതൽ ഇതാണ് MCA ക്ലാസ് ആണ്. അപ്പം നമുക്കതിൽ ഏറ്റവും ജോയിൻ ചെയ്യാൻ പറ്റിയൊരു ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിന്റെ സെക്കൻഡ് സെം. ആ ഒരു സെമ്മാണ് ഏറ്റവും ബെറ്റർ ആയിട്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേരാം, ഏത് ഇയറിൽ വേണമെങ്കിലും MCA ക്ലാസ് ചേരാം. ഏറ്റവും ബെറ്റർ ആയ ടൈം സെക്കൻഡ് ഇയറിന്റെ സെക്കൻഡ് സെം ആണെന്ന് എല്ലാ സീനിയേഴ്സ് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ജിലിൻ യൂണിവേഴ്സിറ്റിയിൽ മൊത്തം എത്ര മലയാളികൾ പഠിക്കുന്നുണ്ടാവും? ജിലിൻ യൂണിവേഴ്സിറ്റി നമ്മൾ മൊത്തം 97 ഒരു 100ന്റെ അടുത്ത് ബാച്ചുകളിലായിട്ട്. അതിൽ നമുക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ബാച്ചിലുള്ള നമ്മുടെ ബാച്ചല്ല 5th ഇയറിലെ ജോസഫ് ഏട്ടൻ ആണ് നമ്മുടെ മൊത്തം ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഓൾമോസ്റ്റ് ഒരു 200ന്റെ അടുത്തൊക്കെ ഇന്ത്യൻ സ്റ്റുഡൻസ് വരുന്ന മൊത്തം ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ റെപ്രസെന്റേറ്റീവും ഇന്ത്യൻ പ്രസിഡന്റുമായിട്ടുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ് പ്രസിഡന്റുമായിട്ട് നമ്മുടെ മറ്റേ ജോസഫ് ഏട്ടൻ മലയാളിയാണ്. പിക്ക് ചെയ്യാൻ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. അങ്ങനത്തെ മറ്റു കുട്ടികൾക്കിടയിൽ നമുക്ക് സെക്യൂരിറ്റി, മറ്റ് ഇന്ത്യൻസിന് തന്നെ സെക്യൂരിറ്റിയാണ്. അതിന്റെ ഇടയിൽ മല്ലൂസിന് പ്രത്യേക സെക്യൂരിറ്റി പരിഗണന. കാരണം ഡീനുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം ഉള്ള ആളാണ് ജോസഫ് ഏട്ടൻ. സാർ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഡാനിഷിന്റെ പ്രത്യേകത വെച്ചാൽ ഡാനിഷ് ചെന്നൊന്നും തന്നെ മറ്റു ഭാഷയുള്ള കുട്ടികളായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനുള്ള ഒരു ഇഷ്ടം കാണിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ തമിഴാണെങ്കിലും ഇപ്പോൾ തമിഴിൽ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ തമിഴ് സംസാരിക്കുക, കന്നഡ അങ്ങനെയുള്ള കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ ഹിന്ദി, അതിൽ വല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? അത് നമുക്ക് അവിടെ ഈ പുറത്ത് പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കിട്ടുന്നൊരു ഭാഗ്യമാണ്. കാരണം നമ്മള് രാജ്യം മാറി പോകുമ്പോൾ നമ്മുടെ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വിട്ട് നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയായി മാറി. അപ്പൊ നമ്മള് മൊത്തം ഇന്ത്യൻസുമായിട്ടും അതല്ലാത്ത രാജ്യക്കാരുമായിട്ടും മിങ്കിൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറിൽ നമുക്ക് തെലുങ്ക് സീനിയേഴ്സ് ഉണ്ട്, തമിഴ് സീനിയേഴ്സ് ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പൊ അവരായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ലാംഗ്വേജ് പഠിക്കാം. ഇപ്പോൾ തെലുങ്കിന്റെ കേസ് എടുത്താൽ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവും. പറയാൻ നമുക്ക് അങ്ങോട്ട് പറയാന് നമ്മൾ ചെറുതായിട്ടൊക്കെ അറിയെങ്കിലും അവർ പറയുന്നത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവും. ഹിന്ദി ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. തമിഴ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. ചൈനീസ് നമുക്ക് അത്യാവശ്യം നമുക്ക് അവിടെ ബേസിക്സ് ആണ് നമുക്ക് ആദ്യം പഠിപ്പിക്കാം. ഒരു നമ്മളെവിടെയും പെട്ടുപോകരുത്. ചൈനയിൽ എത്തിയെന്നുള്ളതുകൊണ്ട് നമ്മളെവിടെയും ഒരു ഭാഗത്ത് ലോക്ക് ചെയ്യരുത്. അപ്പോ നമുക്ക് പെട്ടെന്ന് നമുക്ക് അത്യാവശ്യമായി ചോദിക്കാൻ ഇതിന്റെ പേര് എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇന്നെന്താ വില, പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പോൾ ആ ഒരു
ഒരു ഒബ്ജക്റ്റിനെ നോട്ട് ചെയ്യാനും നോട്ടിഫൈ ചെയ്യാനൊക്കെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അത് നമുക്ക് പഠിക്കും. പിന്നെ നമുക്ക് മൊബൈൽ നമ്പർ ചോദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അവിടെ പഠിക്കും. നമുക്ക് എക്സാം ഉണ്ട് അവിടെ, ഒരു പേപ്പർ ചൈനയാണ്, അതിൽ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ചൈനീസിൽ എഴുതാനുണ്ട്. അത് ഓരോ ബാച്ചിനനുസരിച്ച് ഇത് മാറലുണ്ട്. ചിലർക്ക് മറ്റേ ചൈനീസിലല്ല, ഇംഗ്ലീഷ് ചൈനീസ് അതിൽ എഴുതാനാണ്. അങ്ങനെ അപ്പൊ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരുപാട് രാജ്യങ്ങൾ വേറെ അന്വേഷിച്ചിരുന്നല്ലോ. അപ്പൊ ആ രാജ്യങ്ങളിൽ പോയ കുട്ടികളുടെ എക്സ്പീരിയൻസും നിങ്ങളിപ്പോ പോയ രാജ്യത്തിന്റെ എക്സ്പീരിയൻസും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് തോന്നുന്നതായിട്ട് നമ്മുടെ ഇന്ത്യൻ മെഡിസിനായിട്ട് ഇന്ത്യൻ മെഡിസിന്റെ ഒരു സിലബസും ചൈനീസ് മെഡിസിന്റെ സിലബസും ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇപ്പൊ പുറത്ത് റഷ്യയിലൊക്കെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില ഭാഗത്തൊക്കെ അവർക്ക് റഷ്യ ലാംഗ്വേജ് കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട്. അതൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല, ചില ഭാഗത്ത് അങ്ങനെയുണ്ട്. അപ്പോ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ചൈനയാണ്. പിന്നെ ചില ഭാഗത്ത് ഇവിടെ MBBS അല്ല അവർ ഡിഗ്രി ആയിട്ട് MD ആണ് ഡിഗ്രി. അതൊക്കെ ഒരു നമുക്ക് അപ്പൊ നമുക്ക് ഞാനിപ്പോ ബോർഡൊക്കെ വെക്കുന്ന ആ സമയത്ത് MBBS MD എന്ന് എഴുതി കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ റഷ്യ ചെയ്ത രാജ്യം മെൻഷൻ ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു ഡിമെറിറ്റ് ആണ്. അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ ലിവിങ്ങും നമ്മുടെ ലിവിങ് ഒരു ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി എക്സ്പോഷർ അതൊക്കെ എങ്ങനെയാണ്? ഹോസ്പിറ്റൽ ജിനിൻ യൂണിവേഴ്സിറ്റിക്ക് 5 ഹോസ്പിറ്റൽ. അപ്പോൾ അതില് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ കുറെ ഹോസ്പിറ്റലുണ്ട്. ഇതിന്റെ ഓരോ ഹോസ്പിറ്റലും നമുക്ക് എങ്ങനെ എടുത്ത് പറയാം, മൾട്ടി സ്പെഷ്യാലിറ്റി വലിയ നമ്മുടെ ഇവിടത്തേക്ക് വലിയ ഹോസ്പിറ്റൽ ഉണ്ട്, അതൊക്കെ വലിയ ഹോസ്പിറ്റലാണ്. ഇതിൽ ഏതിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം, ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാം. ഇത് അതുപോലെ ലാബ്, പിന്നെ അതൊക്കെ വളരെ നല്ലൊരു ഇതിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എന്നുള്ളത് പൊതുവായിട്ടുള്ള ആക്ഷേപമുണ്ട്. എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്? അങ്ങനെയൊന്നുമില്ല. നമുക്ക് അവിടെ ഡെഡ് ബോഡി നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ അവൈലബിൾ ആണ്. കാരണം ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ടും പ്രത്യേകിച്ചും മതം ഇല്ലാത്തതുകൊണ്ടും ബോഡിയൊക്കെ വളരെ പെട്ടെന്ന് അവൈലബിൾ ആയി, ബോഡി ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ ഇത് നമ്മുടെ ലാബിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും എല്ലാം നല്ല. പിന്നെ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ, 3rd ഇയർ 2nd ഇയർ ലാസ്റ്റ് ഒക്കെ മുതൽ ഹോസ്പിറ്റൽ നമ്മളെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞേക്കാം, നമ്മള് ഹോസ്പിറ്റൽ ഉണ്ട്, നാളെ ഹോസ്പിറ്റലാണ്, ഇപ്പൊ നാളെ നിങ്ങളുടെ ക്ലാസ് ഒക്കെ എല്ലാ ഹോസ്പിറ്റലാണ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഉണ്ട്. ഇതാണ് ജിലിൻ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇനിയും നമുക്ക് പുതിയ അതിഥികളായിട്ട് പുതിയ യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങളായിട്ട് വരാം. അതുവരെ നന്ദി.